Hello guys, this is Dr. Sam and welcome back to my YouTube channel. ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു DIY ഡ്രൈവിംഗ് സെറ്റപ്പ് ആണ്. അതായത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്താ പറയുക, ഇപ്പോൾ നിസാൻ GTRോ ലംബോർഗിനിയോ അങ്ങനെയുള്ള ഏത് സൂപ്പർ കാർസ് വേണമെങ്കിലും ഓടിക്കുന്ന ആ ഒരു ഫീൽ കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് സിമുലേറ്റർ സെറ്റപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്ലാഷ് ബാക്ക്. എന്തുവാടാ നോക്കുന്നേ? ഒരു പഴയ PS3 ഇല്ലായിരുന്നോ? പഴയ PS3 അതിൻ്റെ അകത്തല്ല, അപ്പുറത്തൊരു വീപ്പ ഇരിക്കുന്നത്. ആ വീപ്പയ്ക്കകത്ത് ഇരിക്കും അടുത്ത് ഇരിക്കും. അത് വർക്കാവുമെന്ന് എനിക്ക് അറിയത്തില്ലടാ. അവിടെ എനിക്ക് തോന്നുന്നു വർക്കാവും എന്ന്. ഇങ്ങോട്ട് കാണിക്കും, വെളിച്ചത്തോട്ട് കാണിക്കും. മുഴുവൻ പൊടി അടിച്ചിരിക്കുക. വാ, എന്തായാലും നോക്കാം. വർക്കാക്കി ഇത് വർക്കായാൽ നിനക്ക് ഞാൻ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് ഉണ്ടാക്കി തരാം. നിനക്ക് ഡ്രൈവ് ചെയ്യാനല്ലേ ഇഷ്ടം? തിരിച്ചു വിളിച്ചേ. തുറന്നു നോക്കി അതിൻ്റെ ഡിസ്കുല്ലാം കിടപ്പുണ്ടോ? അടിപൊളി. ഗ്രാൻഡ് ടൂറിസ്മോ 6. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഡ്രൈവിംഗ് സെറ്റപ്പ് ഉണ്ടാക്കി തരാം. ആർക്കും നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡ്രൈവിംഗ് സിമുലേറ്റർ സെറ്റപ്പ് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മൾ ഗെയിം കളിക്കുന്ന സ്ഥലത്തോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് പ്രധാനമായിട്ടൊരു 3-4 കമ്പോണൻസ് വളരെ അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗെയിംസ്, അതായത് നമ്മൾ ഡ്രൈവിംഗ് സിമുലേറ്റർ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന PC, ഒന്നുകിൽ PCയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് കൺസോൾസ് ലൈക്ക് PS3യോ എക്സ്ബോക്സോ PS4ഓ PS5ഓ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗെയിമിംഗ് കൺസോൾ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് PC നിങ്ങൾക്ക് ഉണ്ടാക്കിയത്. രണ്ടാമതായിട്ട് വേണ്ടത് മെയിനായിട്ട് നമ്മൾ ഡ്രൈവിംഗ് സെറ്റപ്പിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സിമുലേറ്റർ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടൊരു സ്റ്റിയറിംഗ് വീൽ, അത് ഫോഴ്സ് ഫീഡ്ബാക്ക് തരുന്ന, അതായത് നമ്മൾ ഏത് പർട്ടിക്കുലർ കാറാണോ ഉപയോഗിക്കുന്നത് ആ കാറിൻ്റെ അതേ സാധനങ്ങളുമായിട്ട് അതേ ഒരു ഡ്രൈവിംഗ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് ഫീഡ്ബാക്ക് തരുന്ന, അതിനനുസരിച്ച് കാലിബ്രേറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ഡ്രൈവിംഗ് വീല് വേണം. നമുക്കൊരു ഡ്രൈവിംഗ് വീൽ, സ്റ്റിയറിംഗ് വീല് വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെഡൽസ്, അതായത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, പെഡൽസ്, അതും അതേ ആ ഒരു കറക്റ്റ് ഒരു ഫോഴ്സ് ഫീഡ്ബാക്ക് തരുന്ന അല്ലെങ്കിൽ അതേ ഒരു കാലിബ്രേഷൻ തരുന്ന ഒരു പെഡൽ സെറ്റ് വേണം. പിന്നെ ഓപ്ഷണലായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ഗിയർ സെറ്റപ്പ്, നമ്മുടെ ഒരു ഗിയർ ലിവറിൻ്റെ സെറ്റപ്പ് യൂസ് ചെയ്യാം. അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ സെറ്റപ്പ് യൂസ് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ പറ്റിയ ഒരു പഴയ ഒരു PS3 ഉണ്ടായിരുന്നു. ആ PS3യിലാണ് നമ്മൾ ഗ്രാൻഡ് ടൂറിസ്മോ 6 അതുപോലുള്ള അങ്ങനെ കുറേ ഗെയിംസ് കാര്യങ്ങളുണ്ട്, ഡ്രൈവിംഗ് സിമുലേറ്റർ ഗെയിംസുകളുണ്ട്. അപ്പോൾ ഈ ഗ്രാൻഡ് ടൂറിസ്മോ ഗെയിമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രാൻഡ് ടൂറിസ്മോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് സിമുലേറ്റർ ഗെയിമാണ്. അതായത് നമ്മൾ ഈ അവിടെ വണ്ടി ഓടിക്കുന്നതാണെങ്കിൽ അവിടുത്തെ ആ ഗെയിംസിൻ്റെ ട്രാക്കുകളാണെങ്കിലും എല്ലാം റിയൽ ലൈഫിലുള്ള ട്രാക്കുകൾ 3D സ്കാൻ ചെയ്തിട്ട് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഗെയിമാണ് ഗ്രാൻഡ് ടൂറിസ്മോ എന്ന് പറയുന്നത്. ഗ്രാൻഡ് ടൂറിസ്മോ 6ഉം 7ഉം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡ്രൈവിംഗ് സെറ്റപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അതിനകത്തുള്ള കമ്പോണൻസ് എന്നും അതിൻ്റെ എല്ലാം ഓരോന്നിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സിമുലേറ്റേഴ്സോ അല്ലെങ്കിൽ റേസിംഗ് ഗെയിംസ് അങ്ങനെയുള്ളതൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും അതിൽ ഓട്ടോമോട്ടീവുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, ഫോളോ ചെയ്ത് കൂടെ കൂടുക. സോ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ഫീഡ്ബാക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഇത് ലോജിടെക്കിൻ്റെ G29 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ഫീഡ്ബാക്ക് സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ദിസ് പർട്ടിക്കുലർ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ എസ്പെഷ്യലി ഫോർ പ്ലേ സ്റ്റേഷൻസാണ്. PS4, PS5, PS3 അങ്ങനെയുള്ള പ്ലേ സ്റ്റേഷൻ കൺസോളുകൾക്കും അതുപോലെ PC യിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റേസിംഗ് വീലാണ് ഇത്. 11 ഇഞ്ച്, അതായത് 11 ഇഞ്ചസിൻ്റെ വൈഡ് വരുന്ന ഒരു അടിപൊളി ഒരു ഗെയിമിംഗ് വീലാണ്. അതുപോലെ നല്ല ലെതർ സ്ട്രാപ്പിംഗ്, ലെതർ കവറിംഗ് ഉള്ള ഒരു കിട്ടുന്ന, കളിക്കാൻ നല്ലൊരു ഫീൽ തരുന്ന ഒരു മോട്ടറാണിത്. ബാക്കിയുള്ളത് ബട്ടൺസും എല്ലാം എസ്പെഷ്യലി ഫോർ പ്ലേ സ്റ്റേഷൻസിന് വേണ്ടിയിട്ടാണ്. പ്ലേ സ്റ്റേഷൻസിനും അതുപോലെ തന്നെ PC-ക്കും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇവിടെ ഒരു ഡയൽ വരുന്നുണ്ട്. ഇതെല്ലാം ബട്ടൺസാണ്. അതായത് നമ്മുടെ R1, R2, R3, L1, L2 അത് നമ്മുടെ പ്ലേ സ്റ്റേഷൻ്റെ ജോയ്സ്റ്റിക്കിൽ വരുന്ന അതേ സെയിം കൈൻഡ് ഓഫ് ബട്ടൺസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതിന് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു അപ്പ് ഉള്ളതും ഡൗൺ ചെയ്യാനുള്ള പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്ന അടിപൊളി ഒരു മോഡലാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫീലിംഗ് തരുന്ന ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഫീഡ്ബാക്ക് തരുന്ന മോട്ടോഴ്സ് എല്ലാം ഈ ഒരു കൺസോളിനകത്താണ്. അതിൻ്റെ വയറിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് നോർമലുള്ള ഏത് ഡെസ്കിൽ വേണമെങ്കിലും നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഹിഞ്ചസ് പോലത്തുള്ള സാധനമാണ്, കണ്ടില്ലേ. നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു സെറ്റപ്പിൻ്റെ അത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ഡ്രൈവിംഗ് സിമുലേറ്ററിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റാണ് നമ്മുടെ ഈ ഒരു
പെഡൽ സിസ്റ്റം. നമ്മൾ ഉപയോഗിക്കുന്നത് 3 ലോജിടെക്കിൻ്റെ തന്നെ പെഡൽസാണ് യൂസ് ചെയ്യുന്നത്. ആക്സിലേറ്റർ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ക്ലച്ച് ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്ലച്ചിൻ്റെ അതേ സെയിം നമ്മുടെ ക്ലച്ചുകൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും, പൊതുവേ ആക്സിലേറ്ററിൻ്റെ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല. അതുപോലത്തെ ഒരു സ്പ്രിങ് അറേഞ്ച്മെൻ്റ് ആണ് ഇതിന് വെച്ചിരിക്കുന്നത്. ബ്രേക്ക് അതിലും ഹാർഡായിരിക്കും. ആക്സിലേറ്റർ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതേ ഒരു എക്സാക്ട്ലി ഒരു ഡ്രൈവിംഗ് ഫീഡ്ബാക്ക് തന്നെ തരുന്ന 3 പെഡൽസ് വരുന്ന ഒരു കൺസോളാണ് നമ്മുടെ പുതിയ ഡ്രൈവിംഗ് സിമുലേറ്റർ സെറ്റപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ലോജിടെക്കിൻ്റെ തന്നെ ഒരു ഷിഫ്റ്ററാണ് നമ്മൾ നമ്മുടെ പുതിയ ഡ്രൈവിംഗ് സിമുലേറ്റർ സെറ്റപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പർട്ടിക്കുലർ മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 7 സ്പീഡ് മാനുവലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അതല്ലേ, റിവേഴ്സ് നമുക്ക് പ്രസ് ചെയ്തിട്ട് താഴേക്ക് പ്രസ് ചെയ്തിട്ട് വലിച്ച് നമുക്ക് റിവേഴ്സൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ മൊത്തം 7 സ്പീഡിൽ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റർ സെറ്റപ്പാണിത്. അപ്പം ഇതും നമുക്ക് നമ്മുടെ ടേബിളോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സിമുലേറ്ററിൻ്റെ അകത്തേക്ക് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ലോക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെയറാണ് നമ്മുടെ സെറ്റപ്പിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ എന്തൊരു 1000 രൂപയ്ക്ക് സ്ക്രാപ്പിൽ നിന്ന് ഒരു ആൾട്ടോയുടെ സീറ്റ് വാങ്ങിച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഇതെങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. സോ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു റിഗ്ഗാണ്. അപ്പം ഈ നമ്മുടെ വീൽസും അതുപോലെ ഷിഫ്റ്റേഴ്സും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള റിഗ്ഗാണ്. ഇത് ഞാൻ പഴയ ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആവശ്യമില്ലാത്ത കുറേ തട്ടുകൾ സ്റ്റാൻഡ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആവശ്യമില്ലാത്തതെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പ്രോപ്പർ ഷേപ്പിലേക്ക് ആക്കി എടുക്കുകയാണ്. സോ നമ്മുടെ ഫ്രെയിം വർക്ക് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പെഡൽസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെഡൽസ് നമ്മൾ ഒരു ഫ്ലാറ്റ് സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ആക്സിലേറ്റർ ക്ലച്ചും ഒക്കെ ചവിട്ടുന്ന സമയത്ത് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പ്രോപ്പറായിട്ട് ആ ബേസിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു MDF ഷീറ്റിൻ്റെ അകത്തേക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പോവാണ്. അത് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഒരു എർഗണോമിക്സ്, നമ്മുടെ കാലിൻ്റെയും നമ്മുടെ സ്റ്റിയറിംഗ് പൊസിഷനൊക്കെ അനുസരിച്ച്, നമ്മുടെ കാലിൻ്റെ ലെങ്തൊക്കെ അനുസരിച്ച് ഞാനത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഈ ഒരു നമ്മുടെ പെഡൽസിൻ്റെ അടിയിലൊരു 6 സ്ക്രൂസിൻ്റെ ഹോളുണ്ട്. അത് നമുക്ക് താഴേന്ന് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രൂസിൻ്റെ ഹോളുണ്ട്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ 4 ഹോള് നമ്മൾ ആ MDF ഷീറ്റിൽ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യുകയാണ്. അതാകുമ്പോൾ നമ്മൾ എത്ര തന്നെ നമ്മൾ എന്താ പറയുക, ഹാർഡായിട്ട് ഗെയിം കളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് പെഡൽസൊക്കെ എടുത്തെടുത്ത് ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പെഡൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവില്ല. അപ്പോൾ ഈ ഒരു ബേസിലേക്ക് ഈ നമ്മുടെ പെഡലിൻ്റെ സിസ്റ്റം മുഴുവൻ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചവിട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവില്ല, നല്ല ഫേമായിട്ട് ക്ലീനായിട്ട് ചെന്നോളും. ഏകദേശം നമ്മുടെ ഫ്രെയിം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അതിന് മൊത്തത്തിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിനുള്ള വർക്കാണ് നെക്സ്റ്റ്. അപ്പോൾ ആദ്യമേ നമ്മളിപ്പോൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പെഡൽസൊക്കെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യുക. പേപ്പർ വെച്ച് റാപ്പ് ചെയ്തതിന് ശേഷം ഫുൾ ഒരു മാറ്റ് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തടിക്കാൻ പോവാണ്. ഷീലാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു മാറ്റ് ബ്ലാക്ക് പെയിൻ്റാണ് ഞാൻ അടിക്കുന്നത്. നല്ല പെയിൻ്റാണ്. ഏകദേശം 170 റുപ്പീസാണ് ഒരു ബോട്ടിലിന്. ഒരു ബോട്ടിൽ തന്നെ നമുക്ക് ഫുൾ ഫ്രെയിം ഫുള്ളായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പ്രേ പെയിൻറ്റ് വേണമെന്നുള്ളവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു സെറ്റപ്പ് മുഴുവൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1 ബൈ 1 ആയിട്ട് ഓരോരോ പാർട്സായിട്ട് ആദ്യമേ സ്റ്റിയറിംഗ് വീല് അറ്റാച്ച് ചെയ്യുക, അതിനുശേഷം ഷിഫ്റ്റേഴ്സ് അറ്റാച്ച് ചെയ്യുക. ഇതിനെല്ലാം അതിൻ്റെ കറക്റ്റ് ചെയ്യാനുള്ള അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യാനുള്ള ലോക്കുകൾ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. സോ ഈ ഒരു സെറ്റപ്പിലേക്ക് നമ്മുടെ ചെയറും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സിമുലേറ്റർ സെറ്റപ്പ്, ഒരു DIY സിമുലേറ്റർ സെറ്റപ്പ് റെഡിയാണ്.